ഹേ യൂട്യൂബ്, വെൽക്കം ബാക്ക് ടു റൈഡ് വിസ്പേഴ്സ്. ഇന്ന് നമ്മളിവിടെ ഒരു ഷോർട്ട് ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ബൈക്ക് റൈഡ് ചെയ്യുമ്പോൾ ഫ്യൂൽ സ്റ്റേഷനിൽ കണ്ടു കേട്ടിരിക്കുന്ന ഒരു പുതിയ നാമം E20 പെട്രോൾ. എന്താണിത്? നമ്മുടെ ബൈക്ക് സേഫാണോ? മൈലേജ് കുറയുമോ? നമുക്കൊന്ന് നോക്കാം. What is E20 petrol? E20 means പെട്രോളിൽ 20% എത്തനോൾ ബ്ലെൻഡ്. എത്തനോൾ എന്ന് പറയുന്നത് ഷുഗർ കെയിൻ, മെയ്സ് ഇതുപോലുള്ള ക്രോപ്സിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യുന്ന ബയോഫ്യൂലാണ്. ഓൾറെഡി ഇന്ത്യയിൽ E10 സ്റ്റാൻഡേർഡായി വന്നിട്ടുണ്ട്. ഇപ്പോൾ E20 ഗ്രാജുവൽ റോൾ ഔട്ടായി വരുന്നു. ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നു. ഇത് എക്കണോമിക്കലി നമുക്ക് വലിയൊരു ബേർഡനാണ്. എത്തനോൾ ലോക്കൽ പ്രൊഡക്ഷനായി കിട്ടുന്നതുകൊണ്ട് ഇമ്പോർട്ട് ബില്ല് കുറയും. പിന്നെ എൻവിറോൺമെൻറ്റ് ഫ്രണ്ട്ലി, കാർബൺ എമിഷൻ കുറയും, ക്ലീനർ ഫ്യൂൽ ബേൺ ആകും. ഫാമേഴ്സിനുള്ള ബെനിഫിറ്റ്, ഷുഗർ കെയിൻ, മെയ്സ് ഇതുപോലുള്ള ക്രോപ്സിന് ഡിമാൻഡ് കൂട്ടും. ടെക്നിക്കൽ ഇമ്പാക്റ്റ് ഓൺ വെഹിക്കിൾസ്. ഫസ്റ്റ് വൺ ഇസ് കോമ്പാറ്റബിലിറ്റി. പുതിയ BS6 Phase 2 ബൈക്സ് ആൻഡ് കാർസ് ഗ്രാജുവലി E20 കമ്പാറ്റബിൾ ആയിട്ടാണ് വരുന്നത്. സോ പഴയ വെഹിക്കിൾസിൽ ഇതിൻ്റെ കോമ്പാക്റ്റബിലിറ്റി ഫുൾ അല്ല. അതുകൊണ്ട് തന്നെ റബ്ബർ സീൽസ്, ഫ്യൂൽ ലൈൻസ്, ഗാസ്കറ്റ്സ് ഇതുപോലെയുള്ള പാർട്സ് എല്ലാം ഡാമേജ് ആകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് മൈലേജ് ആൻഡ് പെർഫോമൻസ്. എത്തനോൾ ഫ്യൂൽ എഫിഷ്യൻസി കുറയ്ക്കും. അപ്രോക്സിമേറ്റ്ലി 5 to 10% വരെ മൈലേജ് ഡ്രോപ്പ് വരുമെന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. പെർഫോമൻസ് സ്ലൈറ്റ് ആയിട്ട് എഫക്റ്റ് ചെയ്യും, ബട്ട് നോർമൽ സിറ്റി റൈഡ്സിലൊന്നും ഒരു വലിയ ഡിഫറൻസ് ഫീൽ ചെയ്യില്ല. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു എൻജിൻ ലൈഫ്, കൊറോഷൻ റിസ്ക് ഉണ്ട്, എസ്പെഷ്യലി ഫ്യൂൽ സിസ്റ്റത്തിൽ. സോ റെഗുലർ മെയിൻ്റനൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബൈക്കേഴ്സ് പെർസ്പെക്റ്റീവ്. ന്യൂ ബൈക്സ് ലൈക്ക് അപ്പാച്ചെ RR 310, KTM, യമഹ മോഡൽസ് ഇവയെല്ലാം ഗ്രാജുവലി E20 കമ്പാറ്റബിൾ ആയാണ് ഡിസൈൻ ചെയ്യുന്നത്. പക്ഷേ പഴയ ബൈക്സിൽ E20 ഫുള്ള് ഫില്ല് ചെയ്യുന്നത് റെക്കമെൻഡഡ് അല്ല. സോ E10 ഓർ XP95 പോലുള്ള ഓപ്ഷൻസ് ഒക്കെ ഇൻ കേസ് ഇഫ് ഇറ്റ് ഇസ് അവൈലബിൾ അതിലേക്ക് നോക്കുന്നതായിരിക്കും സേഫ്. ഇനി ഇതിൻ്റെ ഒരു ജനറൽ പ്രോസ് ആൻഡ് കോൺസ് നോക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് വശമായിട്ട് പറയാൻ പറ്റുന്നത് എൻവിറോൺമെൻറ്റ് ഫ്രണ്ട്ലി ആണ്. അതുപോലെ തന്നെ ഫാർമേഴ്സിനുള്ള ബെനിഫിറ്റ്, ദെൻ ഇമ്പോർട്ട് ഡിപ്പെൻഡൻസി കുറയ്ക്കുന്നു. പക്ഷേ നേരെ തിരിച്ച് മറ്റൊരു വശത്തിലേക്ക് നോക്കുമ്പോൾ മൈലേജ് കുറയും, ഓൾഡ് വെഹിക്കിൾസിനുള്ള റിസ്ക്, അതുപോലെ തന്നെ ഫ്യൂൽ സിസ്റ്റത്തിൽ വരുന്ന വെയർ ആൻഡ് ടയർ. സോ ഗൈസ്, ഇതാണ് E20 പെട്രോളിൻ്റെ ചെറിയൊരു പിക്ചർ. ഫ്യൂച്ചറിൽ നമ്മുടെ റൈഡ്സ് ക്ലീനർ ആവും, പക്ഷേ കമ്പാറ്റബിലിറ്റി ചെക്ക് ചെയ്യുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിത് ഓൾറെഡി ട്രൈ ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ വെഹിക്കിൾസ് തന്നിരുന്ന മൈലേജിൽ വരുന്ന ഡ്രോപ്പ് ഡിഫറൻസ് നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? എക്സ്പീരിയൻസ് കോമൻറ്റ്സ് ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ ഡീറ്റെയിൽഡ് റൈഡ് ടോക്സ് വേണമെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു റൈഡ് വിസ്പേഴ്സ്. ബൈ.